10-11 വർഷം മുമ്പ് ഞാൻ ശുശ്രൂഷ തുടങ്ങുമ്പോൾ, അണക്കരയിൽ തുടങ്ങുമ്പോൾ ശരിക്കും എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു. പ്രസലോഷം ഞാനും ഒരു കുടുംബനാഥനും, ഞങ്ങൾ രണ്ടുപേരും, എനിക്കതേപോലെ സഹായത്തിന് ആരുമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാവരോടും ചോദിക്കരുത് എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഏതാ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ദൈവം വഴി നടത്തും, എനിക്ക് നല്ല വിശ്വാസം. പ്രസലോഷം എനിക്ക് 2 കാര്യമാണ് എൻ്റെ മനസ്സിൽ. എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. ഈ പൗരോഹിത്യം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. പ്രസലോഷം ദൈവം വിളി കിട്ടിയ ഒരാളാണ്, അതുകൊണ്ട് ബാക്കി ദൈവം നോക്കും. പ്രസലോഷം എൻ്റെ അഭിമന്യ പിതാക്കന്മാരെന്നോട് പറയുമ്പോൾ സന്തോഷത്തോടെ ഞാനത് കേട്ടോളും. അപ്പം എൻ്റെ പഴയ ഇടവക്കാരൊക്കെ എന്നോട് ചോദിക്കും, അച്ഛൻ എങ്ങനെയാണ് എനിക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത്, ഞങ്ങൾ എന്തെങ്കിലും സഹായം തരണം. ഞാൻ പറഞ്ഞ ആരും സഹായിക്കേണ്ട, മനുഷ്യൻ്റെ സഹായം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രസലോഷം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ മനുഷ്യൻ്റെ സഹായം കൊണ്ട്. പക്ഷെ ദൈവം സഹായിച്ചാൽ അത് കിട്ടിയാൽ കിട്ടിയതാണ്. പ്രസലോഷം ദൈവത്തിന് അനുഗ്രഹം കിട്ടിയാൽ അത് കിട്ടിയത് തന്നെ പുറത്തേക്കാണ്, മുകളിലല്ല. സർവ്വത്തെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനെ ആശ്രയിക്കുക, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു കൊണ്ടുപോയപ്പോഴാണ് എൻ്റെ ദൈവത്തെ ഞാൻ ദൈവത്തിൻ്റെ കരം കണ്ടത്. പ്രസലോഷം അവിടെ ശുശ്രൂഷ തുടങ്ങി വളരെ പരിമിതമായ ഒരു തുടങ്ങുന്ന സാഹചര്യം, ഒന്നുമില്ലാത്ത സാഹചര്യത്തേക്ക് തുടങ്ങുമ്പോൾ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുടെ നടുവില്ല. പ്രസലോഷം അപ്പം ഇങ്ങനെ തുടങ്ങുമ്പോൾ ശരിക്കും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, ഈശോ ഞാൻ ഇതെങ്ങനെ കൊണ്ടുപോകും ഈശോ ചോദിക്കും. പ്രസലോഷം അപ്പോൾ ഇങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വലിയൊരു മിറക്കിളുണ്ടായി. മിറക്കിളിങ്ങനെയായിരുന്നു, ഒരു വയനാട് പ്രദേശത്തു നിന്ന് ഒരപ്പൻ തൻ്റെ ഭാര്യനെയും കൂട്ടിക്കൊണ്ടുവരിക. ഈ ഭാര്യ ഒരു 50 വയസ്സ് കാണില്ല, അവൾ തളർന്ന് കിടക്കുക, 10 വർഷത്തോളമായിട്ട് തളർന്ന് കിടക്കുന്നയാൾ. അപ്പോൾ ആളെ എവിടെ ഇങ്ങനെ മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗത്തൊരു ആയുർവേദ ഹോസ്പിറ്റലോ എവിടെയും കൊണ്ട് തിരിവിപ്പിക്കുന്നത്, കുറേ തിരിവിപ്പിച്ച് നോക്കിയിട്ടൊന്നും ആൾ എഴുന്നേൽക്കുന്നില്ല. വർഷങ്ങളായ രോഗമാണ്, ചികിത്സിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ആരോ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വെളിപാട് പോലെ കിട്ടി, അണക്കരയിലൊരു ധ്യാന കേന്ദ്രമുണ്ട്, പ്രസലോഷം, അവിടെ പോയി ധ്യാനിച്ചോളാം, അവിടെ പോയി പ്രാർത്ഥിക്കുക. സത്യം പറയാൻ അവിടെ ആരുമില്ല. പ്രസലോഷം ഇങ്ങനെ സംഭവം ഒന്നുമില്ല തുടങ്ങി എന്നുള്ള കാര്യം ലോകം ആരും അറിഞ്ഞിട്ടില്ല. പ്രസലോഷം പക്ഷേ ഇവർക്കൊരു വെളിപാട് കിട്ടിയിട്ടാണ് ഇവരവിടെ എത്തുന്നത്. ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരു ഫാമിലിയാണ്. പ്രസലോഷം അപ്പോൾ അന്ന് ഞാനൊരു ഉച്ചയ്ക്ക് ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു ഉച്ചയ്ക്ക് ഒരു കുർബാന അർപ്പിക്കേണ്ട സമയത്താണ് ഇവർ കയറി വരുന്നത്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് തൊട്ടും ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, 12 മണിയായി, ഞാൻ വിശുദ്ധ ബലി അർപ്പിച്ചിട്ട് വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ സഹോദരി ഇവരിങ്ങനെ എടുത്തുകൊണ്ട് എൻ്റെ കുഞ്ഞൊരു മുറിക്കകത്തുകൊണ്ട്, അവിടെ 4-5 കസേരകളുണ്ടായിരുന്നു, കൈപ്പിടിയില്ലാത്ത. അപ്പോൾ അവിടെ അത് ചേർത്തിട്ടിട്ട് ഈ സഹോദരി അവരവിടെ കയറ്റിക്കിടത്തി. ഹസ്ബൻഡും പിന്നെ മകനും മകൻ്റെ ഭാര്യയോ അവരൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളോ ഉണ്ട്, വളരെ സാധാരണക്കാർ. അപ്പോൾ അവരോട് തുടങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. ആളെ പള്ളിക്കകത്ത് കയറ്റത് പള്ളിച്ചാൽ കുർബാന അർപ്പിക്കുന്ന ചെറിയൊരു പന്തലുണ്ട്, കുഞ്ഞൊരു സ്ഥലം. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ എടുത്തുകൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് നിലത്തുകൊണ്ട് കിടത്തണം, അത് ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു ഇവിടെ എടുത്തിക്കോ. എന്നിട്ട് ഞാൻ പള്ളിയിൽ പോയി കുർബാന അർപ്പിച്ചു. ഒരു 10-30 പേരേ ഉള്ളെന്ന് അവിടെ ഉണ്ടായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം ഞാൻ നേരെ എൻ്റെ മുറി വരപ്പോൾ ഇവരിങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഞാനാകെ എൻ്റെ ഈശോ ഇത് എന്നാ ചെയ്യും. പ്രസലോഷം അപ്പോൾ ഇത് എന്നാ ചെയ്യും ഉള്ളിലിങ്ങനെ പരിശുദ്ധം പറയാം, നീ അങ്ങ് പറ, ഈശോയുടെ നാമത്തിലങ്ങ് എഴുന്നേറ്റ് പോവാൻ. പ്രസലോഷം അതങ്ങ് എഴുന്നേറ്റ് പൊക്കോളൊന്നേ, സംശയിക്കാതെ പറ, എന്നോട് ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ പറയണോ വേണ്ടയോ അപ്പം അറിയാതെ ഞാനങ്ങ് പറയാം. അങ്ങനെയാണെങ്കിൽ ഈശോയുടെ നാമത്തിൽ ഞാൻ പറയുക, അങ്ങ് എഴുന്നേറ്റ് പോകാൻ പറയാം. പ്രസലോഷം ഈ സമയത്ത് ഈ ആളുടെ ദേഹത്തോടെ ഒരു ഇലക്ട്രിക് പവർ കയറിപ്പോകുന്നത് പോലെ ശക്തി ഒഴുകുന്നത് ഞാൻ കാണുകയാണ്, എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ആള് പെട്ടെന്ന് കൈയും കാലും ബലം പ്രാപിച്ചു, ആള് പെട്ടെന്ന് നിവർന്ന് ഇരുന്നു. അടുത്ത സെക്കൻഡിൽ ആളങ്ങ് എഴുന്നേറ്റു. പ്രസലോഷം എൻ്റെ മുറിക്കകത്തോടെ നടക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും മക്കളും കൂടെ ഒറ്റ കാറ് ചെയ്യാം, പേടിച്ചെല്ലാവരും കൊണ്ട് എന്താ സംഭവിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ഈ കരച്ച് കെട്ടുകൊണ്ട് നിലവിളി കെട്ടുകൊണ്ട് കുർബാനയ്ക്ക് വന്ന എൻ്റെ മുറിക്ക് വെളിയിൽ നിന്ന കുറച്ച് ആൾക്കാരുണ്ട്, 10-15 പേരും, അവരെല്ലാം കൊണ്ട് ഇടിച്ചകത്ത് കയറി. ഇടിച്ചകത്ത് കയറുമ്പം കാണുന്നത് തളർന്നു കൊണ്ടുവന്ന ആളെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നതും കർത്താവിൻ്റെ മഹത്വം കൊടുത്തിരിക്കുന്നു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ജീവിതത്തിൽ കൂടെ വേണ്ടത് ദൈവം മാത്രം. ദൈവം കൂടെയില്ലാതെ വേറെ ആരും കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഡൊമിനിക്കച്ചൻ ഇവിടം വരെ എത്തില്ലായിരുന്നു. ഇവിടം വരെ എത്തിയത് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ ഒരു കൃപ. അല്ല, ദൈവം ഞാൻ കൂടെ നടന്നെന്ന് ഞാൻ പറയില്ല, ദൈവം എൻ്റെ കൂടെ നടന്നെന്ന് ഞാൻ പറയുള്ളൂ. പ്രസലോഷ്
യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് ഉത്ഥിതനായ ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന 7 അപ്പസ്തോലന്മാരുടെ ചരിത്രമാണ്. പത്രോസ് ഉൾപ്പെടുന്ന 7 അപ്പസ്തോലന്മാർ തിബേരിയൽ കടസ് അത് വായിച്ചു. ഇതിനു ശേഷം യേശു തിബേരിയസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിലെ കാനായിൽ നിന്നുള്ള നഥാനിയേലും സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയും ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പത്രോസ് വർഷങ്ങൾക്ക് മുമ്പ് ലൂക്കാസ് സുവിശേഷം 5:1-11 വരെയുള്ള വചനം വായിക്കുമ്പോൾ പത്രോസിന്റെ വല നിറച്ച് മത്സ്യം കിട്ടി കഴിഞ്ഞപ്പോൾ വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോയ അപ്പോസ്തലൻ ഇപ്പോഴാണ്ട് ഒരു പ്രതിസന്ധിയിലെത്തിയിരിക്കും. കാരണം ഈശോയുടെ മരണ ഉത്ഥാനം കഴിഞ്ഞു. ഈശോയെ കാണുന്നില്ല, ഈശോയെ കിട്ടുന്നില്ല, ഈശോയുടെ സാന്നിധ്യം കിട്ടുന്നില്ല. സർവ്വടത്ത് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ നിരാശനായിട്ട് ആ നിൽക്കുന്ന നിമിഷമാണ്, ദുഃഖമായി. അതോടെ അന്ന് വരെ അവര് മനസ്സിൽ കരുതി ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അത് മുഴുവൻ തകർന്നു. കാരണം 3 വർഷം ഈശോയുടെ കൂടെ നടക്കുമ്പോൾ ഇവര് രാജാക്കന്മാരായിരുന്നു, എല്ലാം തികഞ്ഞവർ, ഉയർന്നു നിന്നവർ. പക്ഷെ ഇപ്പോൾ ഈശോയുടെ സാന്നിധ്യം ഇല്ല, അനാഥരായിട്ട് തീരുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആകെ തകർന്നു, വിശക്കുന്നുണ്ട്, ഭക്ഷണമില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പോസ്തലന്മാർ കൂടെയുള്ള പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാ, പഴയ പണിക്ക് ഞാൻ പോവാ. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അന്ന് ഉടനെ വള്ളമെടുത്തുകൊണ്ട് നടുക്കടലിലേക്ക് പോവുകയാണ്, മത്സ്യബന്ധനത്തിനായിട്ട് പോവുകയാണ്. പത്രോസ് പോകുന്നു, കൂടെ ശിഷ്യന്മാരും മറ്റുള്ളവരും കൂടെ പോവുക. പക്ഷെ ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അത് അവിടെ ഒരു കുറവുണ്ട്, കിട്ടാത്തതിന്റെ കാരണം ഈശോ കൂടെയില്ലാത്ത യാത്രകളാണ്. ഈശോ ഇല്ലാതെ കടലിൽ പോയാൽ അത് നഷ്ടമായിട്ട് തരും. ചിലവണ്ട് ഈശോ ഇല്ലാതെ പോയിട്ട് സമ്പാദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ സമ്പാദിച്ച് നാട്ടിലെത്തിക്കഴിയുമ്പോൾ അതൊന്നും എന്താച്ചാ ഞാൻ ഒരുപാട് നേടി, പക്ഷെ ഇപ്പം മുഴുവൻ ഒരു പ്രശ്നം വെച്ചാൽ സമ്പത്തായി, പക്ഷെ എന്തൊക്കെയാ ഈശോ ഇല്ലാത്തൊരു യാത്ര. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രാത്രിയിൽ അവർക്ക് യാതൊന്നും ലഭിക്കുന്നില്ല. തിരിച്ചവര് മടങ്ങുന്ന അവസ്ഥ. അപ്പോഴാണ് ഈശോ കരയിൽ നിന്നുകൊണ്ട് ഈശോ വിളിക്കുക, ഉറക്കെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ വല്ലതും ഉണ്ടോ ചോദിക്കുമ്പോൾ ഉടനെ അവിടുന്ന് അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഉടനെ ഈശോ പറഞ്ഞു, നിങ്ങൾ വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കുക. ഈശോ പറയാ, വലതുവശം, അത് കർത്താവിന്റെ വശമാണത്. ദൈവത്തോട് ചേർന്ന് വലയിറക്കുക, ഈശോയോട് ഐക്യപ്പെട്ടുകൊണ്ട് നീ വലയിറക്കുക. എങ്കിലേ നീ പോകുന്ന അധ്വാനം ഫലപൂർണ്ണമാകുകയുള്ളൂ. നിന്റെ കഷ്ടപ്പാട് അവസാനം ഈശോയോട് ചേർന്നാണ് അധ്വാനി. വലതുവശം, പിതാവായ ദൈവത്തിന്റെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പുത്രൻ തമ്പുരാനായ ഈശോ മിശിഹ, അവനോട് ചേർന്നാണ് നീ അധ്വാനിക്കേണ്ടത്. അവനോട് ഐക്യപ്പെട്ടുള്ള അധ്വാനമേ ഫലമുണ്ടാകുള്ളൂ. സഭയോട് ചേർന്ന്, വിശുദ്ധ ബലിയോട് ചേർന്ന്, വിശുദ്ധ വചനങ്ങളോട് ചേർന്ന്, ദൈവകൽപ്പനകളോട് ചേർന്നുള്ള അധ്വാനം നടത്തുമ്പോഴാ നിനക്ക് ഫലം കിട്ടാൻ പോകുന്നത്. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ ഉച്ചത്തിൽ. നമ്മുടെയൊക്കെ നാട്ടിൽ ചില കുടുംബങ്ങൾ തകരുക, കൃഷിയിടങ്ങൾ അധ്വാനിച്ചിട്ട് അവിടെ ഒന്നും ഫലമൊന്നുമില്ല, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം വളർന്ന് അവസാനം മുരടിച്ച് പോവുക. മക്കൾ പഠിച്ച് വളരുമെന്ന് കരുതി, പക്ഷേ കുറച്ച് ഇപ്പോൾ വഴിതെറ്റിപ്പോവുക. അപകടങ്ങൾ, അനർത്ഥങ്ങൾ വരുന്നതിൻ്റെ കാരണം ഈ വലതുവശം ചേരാതുള്ള നിന്റെ അധ്വാനം, ദൈവത്തോട് ചേരാതുള്ള അധ്വാനം, അത് നിനക്ക് ഫലമുണ്ടാകില്ല. വെറുതെ അധ്വാനിക്കാവുന്നുള്ളൂ. ഒരുപാട് മക്കൾ കാണാവേ. ഇന്ന് നമ്മുടെ പത്രങ്ങൾ നോക്കുമ്പോൾ ഒരു വലിയ കാര്യമുണ്ട്. ഒത്തിരി വൽമ്പന്മാരായ പല ജീവിതങ്ങളും അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു, തകർന്നു കിടക്കുന്നു, പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്നു, ജയിലിൽ കയറേണ്ട ഒരുപാട് വമ്പന്മാർ തകരുന്നത് ഈ കഴിഞ്ഞ 2-3 വർഷം കേരളത്തിലെ ദിനപത്രങ്ങൾ മുഴുവനും കാണാൻ പറ്റുക. എന്താ കാരണം? അവർ വളർന്നു വന്നത് ദൈവത്തെ കൂടാതെയുള്ള വളർച്ച
വളർച്ചയാ. പണമുണ്ട്, സമ്പത്തുണ്ട്, നേട്ടമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ദൈവമില്ല, പള്ളിപ്പോക്കില്ല, കുമ്പസാരം, ഒരു പക്ഷെ സഭയെയും കൂദാസകളൊക്കെ പകയോടെ കാണുന്നവരും വെറുപ്പോടെ കാണുന്ന ചില ജീവിതങ്ങൾ പോലും ഉണ്ട്. അങ്ങനെയുള്ള ജീവിതങ്ങൾ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് അപകടപ്പെടുന്നു, അനർത്ഥങ്ങളിൽ പോയി എത്തുന്നത് കാണാവേ. സർവ്വ പ്രത്യേക ഹല്ലേലൂയ. ഞാനായാലും നിങ്ങളായാലും ആരായാലും വലതുവശത്ത് വലയിറക്കുക. കർത്താവിനോട് ചേർന്നാണ് വലയിറക്കേണ്ടത്. ഉത്ഥിതനോട് ഈശോ പറഞ്ഞില്ലേ യോഹന്നാന്റെ സുവിശേഷം 15:1-11 വരെയുള്ള വചനം വായിക്കുക. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല. അവർക്ക് പ്രത്യേക ഹല്ലേലൂയ. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല. ഈശോ കൂടെ ഇല്ലാത്തുള്ള അധ്വാനങ്ങൾ ഭയങ്കര കഷ്ടപ്പാടാണ്. രാത്രിയും പകലും കിടന്ന് കഷ്ടപ്പെടും. പക്ഷെ ഫലമൊന്നുമില്ല. ഒരുപാട് അധ്വാനിക്കും, ഫലമൊന്നുമില്ല. ഒരുപാട് പഠിക്കും, പക്ഷേ ഫലമൊന്നുമില്ല. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ കൈയടിച്ച് പോരുന്നേ. ആമേൻ. ഇന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഈ കർത്താവിനെ കൂട്ടത്തിൽ കൊണ്ടുപോകണം. നിന്റെ ജീവിതത്തിൽ ദൈവത്തെ വിളിച്ചുകൊണ്ട് ജോലികൾ ചെയ്യണം. ദൈവത്തെ ഐക്യപ്പെട്ട് തിരുവചനത്തോട് 100% വിധേയപ്പെട്ട് എളിമപ്പെട്ട് തിരുസഭയോട് അധികാരത്തോടൊക്കെ വിധേയപ്പെട്ടുകൊണ്ട് നീ മുന്നോട്ട് പോവുക. അപ്പോൾ കാണാം നീ കുറച്ച് അധ്വാനിച്ചാൽ മതി, ഒരുപാട് ഫലം കിട്ടുന്നത് കാണാം. അല്പനേരം അധ്വാനിച്ചാൽ ഒത്തിരി അനുഗ്രഹം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ അനുഭവത്തിൽ വന്ന 1995 പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയ ഒരു പ്രത്യേക അനുഗ്രഹം. സർവ്വത്തെ പ്രത്യേക ഹല്ലേലൂയ. എൻ്റെ കൂടെയുള്ള പല ആളുകളും മണിക്കൂറുകൾ ദിവസങ്ങളും കഷ്ടപ്പെട്ടാണ് ഒരു പരീക്ഷ എഴുതി ജയിക്കുന്നത് എങ്കിലും എനിക്ക് എൻ്റെ ആവശ്യം വരാറില്ലായിരുന്നു. ഞാൻ കൂടുതൽ നേരവും ബൈബിള് വായിക്കുന്നു, തപസ്സ ക്രിയകളൊക്കെ തമ്പുരാൻ പറയുന്ന പോലൊക്കെ ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ സമയവും ഞാനതിനു വേണ്ടി ചെലവഴിച്ചിട്ട് സത്യം പറഞ്ഞ് കുറച്ച് സമയം മാത്രമേ പഠന കാര്യങ്ങൾക്കായിട്ട് കൊടുക്കാറുള്ളൂ. പക്ഷെ ഒരു പ്രത്യേകത, മാർക്ക് വരുമ്പം എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക്. പ്രസലോഷ് എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക്. ചിലപ്പോൾ ഒരു സബ്ജക്റ്റൊക്കെ 3-4-5 മണിക്കൂറുണ്ടൊക്കെ ഞാൻ മുഴുവൻ തീർത്ത് പെട്ടെന്ന് വായിക്കുന്നു. വന്നപ്പോഴേ മനസ്സിലിരിക്കുന്നു. കുറച്ച് അധ്വാനിച്ചാൽ മതി, ഒത്തിരി ഫലം കിട്ടുന്നൊരു അനുഭവം കിട്ടാറുണ്ട്. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. കാരണം കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അധ്വാനം എളുപ്പം. ബൈബിള് പറയുന്ന പോലെ കർത്താവ് ഭവനം പണിയുന്നെങ്കിൽ പണിക്കാരുടെ അധ്വാനം സർവ്വത്തെ നിഷ്ഫലമാകില്ല. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് ഭവനം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാൽ ഉണർന്നിരുന്നിട്ട് കാര്യമില്ല. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം ഒരു ഫലവും ഒരു കാര്യം. കർത്താവ് കൂടെ, ഈശോ കൂടെ. അതുകൊണ്ട് ഈ യാത്രയിൽ ഈശോ നീ ഒന്ന് നോക്കിയാൽ മതി, ഒറ്റ നിമിഷം നീ നിന്നോട് ചെയ്യും, എൻ്റെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ടോ? എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ കർത്താവുണ്ടോ? ഞാൻ വാഹനത്തിൽ പോകുമ്പോൾ, ഞാൻ വീട്ടിലിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ മക്കളെ വളർത്തുമ്പോൾ, ഞാൻ ജോലി ചെയ്യുമ്പോൾ, കടലിൽ അധ്വാനിക്കാൻ പോകുമ്പോൾ, ബിസിനസ് മേഖലയിൽ പോകുമ്പോൾ, കൃഷിയിടങ്ങളിൽ പോകുമ്പോൾ, ഞാൻ അധ്വാനിക്കുന്നതിന്, ഞാൻ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, അടുക്കളയിൽ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ? എൻ്റെ വീട്ടിലെല്ലാ മുറിയിലും കർത്താവിന് വരാൻ പറ്റും. അവിടെ കർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഇരിപ്പുണ്ടോ? എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ കോണുകളും കർത്താവിന് കയറാം. അവിടെ ഒന്നും കർത്താവിന് ഇഷ്ടമില്ലാത്തൊന്നും ഇരിപ്പില്ലെന്ന് നിനക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റുമോ? കർത്താവിന് കൂട്ടത്തിൽ കൊണ്ട് അത് മാത്രം നടത്തിയാൽ മതി. ഈശോ കൂടെ അവിടെ അച്ഛൻ ഇവിടെ എത്തുമ്പോൾ ഒന്നുമില്ല. സത്യത്തിൽ ഞാനിവിടെ എനിക്ക് ദൈവത്തിന് ഞാൻ ചിലപ്പോൾ ദൈവമേ എങ്ങനെ ഇവിടം വരെ എത്തി എനിക്കറിയില്ല. എല്ലാം ദൈവം പ്രവർത്തിച്ചു എന്ന് മാത്രം. അവർക്ക് പ്രത്യേക ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് പറഞ്ഞേ മക്കളെ ഉച്ചത്തില് ഒറ്റ വിളി, ഈശോയേ, ഈശോയേ, ഈശോയേ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ കാണാവേ തിബേരിയസ് കടൽത്തീരത്ത് വെച്ചുണ്ടാകുന്ന മഹാത്ഭുതങ്ങൾ. അവിടെ ഇതാണ് ഈശോ പറഞ്ഞിറക്കിയപ്പോൾ ഈശോയോട് കൂടെ ഈശോ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈശോയുടെ സാന്നിധ്യത്തിൽ അവർ അധ്വാനിക്കുന്നു, വലതുവശത്ത് വലയിറക്കുന്നു, കർത്താവിനോട് ചേർന്ന് പിതാവായ ദൈവത്തിൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പുത്രൻ തമ്പുരാനായ ഈശോ മിശിഹായോട് ഐക്യപ്പെട്ടുകൊണ്ട് അധ്വാനിക്കുന്ന അധ്വാനങ്ങൾക്ക് ശരിക്കുള്ള ഫലങ്ങൾ ഉണ്ടാകുള്ളൂ. അല്ലാതുണ്ടാകുന്ന ഫലങ്ങളൊന്നും നിലനിൽക്കില്ല. ചിലരുണ്ട് കഷ്ടപ്പെട്ട് വീട്ടിലോട്ട് കൊണ്ടുവരും, ഇടയ്ക്ക് വെച്ചെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നവർ. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ.
പഠിക്കൽ വെച്ച് കലമുടച്ച് കളയുന്ന അനുഭവം ഒത്തിരി പേരുണ്ട്. കഷ്ടപ്പെട്ട് ഇങ്ങനെ വെള്ളം കോരിക്കൊണ്ട്, നമ്മളൊരു ഉപമ പോലെ കഥ പോലെ പറയുന്ന, കഷ്ടപ്പെട്ട് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് അമ്മ വരികയാണ്. പോലെ സ്വപ്നം കണ്ടുകൊണ്ട് വരിക. പക്ഷേ വീടിൻ്റെ അടുക്കള ഭാഗത്ത് വന്ന് വീടിനകത്തോട്ട് കാലെടുത്ത് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് കാല് തെന്നിപ്പോകുന്നു. ഈ കൊണ്ടുവരുന്ന ജലം മുഴുവനും ആ പാത്രം അവിടെ കല്ലിൽ വീണ് പൊട്ടി തകരുന്ന കാണാൻ പറ്റും എന്ന് പറഞ്ഞില്ല. പല ജീവിതങ്ങളും ഇങ്ങനെ കൊണ്ടുവരുന്നത് നഷ്ടപ്പെട്ടു. കാരണം അവനെ താങ്ങുന്നുള്ളൂ. ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം താങ്ങാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരം ചോദിക്കുന്നില്ല. ദൈവത്തോട് മറുതളിക്കുന്ന ആളുകൾ അവർക്ക് തന്നെ അനുഭവിക്കാൻ പറ്റില്ല. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ സർവോടത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ട്? ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് വർദ്ധിപ്പിച്ചു തരുന്ന ദൈവമാണ് മക്കളെ. 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിക്കും ദൈവമാണ് മക്കളെ. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ, ഈശോയുടെ കൈകളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങൾ കാഴ്ചവെച്ച് അവിടെ ആ കരങ്ങളോട് പിടിച്ച് നടക്കണം. കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കണം. കർത്താവ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഇവിടെ ഒത്തിരി യുവാക്കളും യുവതികളും അലതീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു കണ്ടു. അവരെല്ലോടും ഈശോയിൽ മക്കൾ ഈശോയുടെ കൈയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം നടത്തണം. മുറുകെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയോട് പറയണം, ഈശോയെ, ഞാൻ നിന്നെ ഇട്ടേച്ച് പോകാതിരിക്കാൻ നീ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കണം. ഞാൻ നിൻ്റെ കയ്യിൽ നിന്നിട്ട് നീ എൻ്റെ കയ്യിൽ മുറുകെ. അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടാകണം. എനിക്ക് ദൈവം തന്ന വലിയൊരു അനുഗ്രഹം. ചെറുപ്പത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ 7-8 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഞാൻ എൻ്റെ ദേവാലയത്തോട് വലിയ ബന്ധം. എനിക്ക് ഈശോയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ തനിച്ചു പോയിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. അപ്പോൾ ആ പ്രദേശത്ത് ഞങ്ങൾക്ക് ഈ റബ്ബർ തോട്ടങ്ങൾ, അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ തനിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ഈശോയുടെ വലിയൊരു ബന്ധമായിരുന്നു. അത് സെമിനാരിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഐ ഹാഡ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ്, ഇൻറ്റിമസി വിത്ത് ജീസസ് ഓഫ് നാസറത്ത്. ഈശോയുടെ ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ ബന്ധം എനിക്കത് വലിയ ആനന്ദമായിരുന്നു, എനിക്കൊരു ആഹ്ലാദമായിരുന്നു. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതിന് ഓടിപ്പോകുന്നത് എൻ്റെ കർത്താവ് ആ ഒരു കൂട്ടായ്മ, ഈശോ കൂടെ വരിക. വേറെ ആര് എത്ര കഴിവുള്ളവനും പ്രാഗൽഭ്യമുള്ളവനും ബുദ്ധിമാന്മാരും ധനവാന്മാർ എന്തെല്ലാം പേരും പെരുമയുള്ളവരൊന്നും കൂടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഞാൻ കാണാറില്ല. കാരണം ദൈവം കൂടെ ഉണ്ട്. അത് ദൈവം വളർത്തുവേ. ചില ജീവിതങ്ങളെ ദൈവം തന്നെ വളർത്തും. പ്രസലോഷ്, നിങ്ങളുടെ ജീവിതം കർത്താവിന് വിട്ടുകൊടുത്തേ. ഇന്നു മുതൽ ദൈവം നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ വളർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കൈയടിച്ച് കർത്താവ് നന്ദി ഒറ്റ വിളിച്ചോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ്റെ ചില സുഖങ്ങളോട് ചെറുപ്പം മുതലേ കർത്താവ് എന്നെ മാറ്റി നിർത്തും. ലോകസുഖങ്ങളോട് മാറി നിൽക്കാൻ പറയും. അതിൻ്റെ മാതാപിതാക്കളൊക്കെ എനിക്ക് നന്നായിട്ട് കാണിച്ചു തരുമായിരുന്നു. ശരിക്കും എന്നെ ഈശോയുടെ സാന്നിധ്യം പഠിപ്പിച്ചത് എൻ്റെ അമ്മ പള്ളിയിൽ ഇങ്ങനെ പോയി പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ കുഞ്ഞുനാൾ എന്നെ കൊണ്ടുപോകും, വളരെ കുട്ടിയായിരിക്കുമ്പോഴേ. അപ്പോൾ കുർബാനയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇങ്ങനെ ആരാധനയൊക്കെ പങ്കെടുക്കും. അമ്മ ഭയങ്കര ഈശോയോട് ഭയങ്കര ആത്മബന്ധമാണ്. അമ്മയ്ക്ക് ഭയങ്കര ഈശോ എന്ന് വെച്ചാൽ അപ്പുറത്തേക്കൊന്നുമില്ല. ഞങ്ങളെക്കാളൊക്കെ അമ്മയ്ക്ക് ഇഷ്ടം ഈശോയാണ്. പ്രസലോഷ്, ആ ഒരു ബന്ധം കാണാം, ആഴമുള്ള ബന്ധം. അതിനകത്ത് വേറെ കലർപ്പൊന്നുമില്ല, കള്ളത്തരങ്ങളൊന്നുമില്ല. നോയമ്പുകാലമൊക്കെ വരുമ്പോൾ കർശനമായ നോയമ്പും താമസ ജീവിതവും നടത്തും. അത് ഞങ്ങളുടെ ഒരു പാരമ്പര്യം എന്ന പോലെ നടത്തുന്നതാണ്. അപ്പോൾ ആ ദൈവവുമായിട്ടുള്ള ബന്ധം. അപ്പോൾ എന്നെ കൊണ്ട് പോയിട്ട് പറയും, മോനെ ആണ്ട് ഈശോ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ദിവ്യകാരത്തിലേക്ക് കൈ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അമ്മ ഇങ്ങനെ ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനിടയ്ക്ക് നോക്കുമ്പോൾ അവിടെ ഈശോയൊന്നും കാണാനൊന്നുമില്ല. പ്രസലോഷ്, അവിടെ നോക്കുമ്പോൾ അവിടെ സ്വർണം പോലത്തെ എന്തൊരു സാധനം അവിടെ ഇരിപ്പുണ്ട്, അല്ലാതെ അവിടെ ഈശോ ഒന്നും. ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം നോക്കും കുഞ്ഞുനാളിലെ. അപ്പോഴവരൊന്നും ഈശോ ഒന്നും കാണാനില്ല. അവസാനം ഞാൻ നോക്കി, എവിടെ ഈശോ വന്നില്ലല്ലോ, കണ്ടില്ലല്ലോ. അപ്പം ഞാൻ അമ്മയുടെ കണ്ണിലേക്ക് നോക്കി. അമ്മയുടെ കണ്ണോട്ട് നോക്കുമ്പോൾ അമ്മയുടെ കണ്ണ് കൃത്യം ഈ തിരുവോസ്തിക്കകത്തേക്ക് തറച്ചിരിക്കുക. പ്രസലോഷ്, വേറെ എവിടെയൊന്നുമില്ല ഇരിക്കുക, കറക്റ്റാണ്. നമ്മൾ കുലുക്കിയാലൊന്നും അമ്മ കുലുങ്ങില്ല. പ്രസലോഷ്, നമ്മൾ ഇളക്കിയാലൊന്നും അമ്മ ഇളകില്ല. അമ്മയുടെ കണ്ണ അവർ വലിയ വർത്തമാനോ. അമ്മ എന്തൊക്കെയോ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനും പതുക്കെ, അതാണ് ഈശോ, അവിടെയാണ് ഈശോ ഇരിക്കുന്നതെന്ന് എൻ്റെ ആത്മാവിലങ്ങ് വേര് പിടിച്ച്. അപ്പോൾ ഞാനതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അമ്മേൻ്റെ ചെരുവിൽ 2 പ്രാർത്ഥന. ആദ്യത്തെ പ്രാർത്ഥന, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പറഞ്ഞോണം. പ്രസലോഷ്, ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് പറയും, ഈശോയെ ഒരു വിശുദ്ധനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വേറൊന്നും ചോദിക്കേണ്ട. ഈശോ പ്രാർത്ഥിച്ചോളം പറയും. സർവ്വത്തിൽ പറയും, ഹല്ലേലൂയ.
ഇത് മാത്രം. പിന്നെ അവരെന്തൊരു ബന്ധമാണെന്നറിയാം. വീട്ടിൽ ഞാൻ കാണും, എൻ്റെ അമ്മ എപ്പോഴും പ്രയറും എല്ലാ ജോലിയും, ഒരുപാട് ജോലികൾ കാണുവേ. അപ്പോൾ അതെല്ലാം ചെയ്യുന്നതിനിടയിൽ കൂടെ ഈശോ ഈശോയെ ഈശോ, അല്ലാതെ വേറെ ഒരു കാര്യത്തിലേക്ക് പോകത്തില്ല. വേറെ ഒരു കാര്യത്തിൽ അങ്ങനെ ഗ്രേസ് നടക്കാൻ അപ്പൻ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഉള്ളത്. അപ്പോൾ എങ്ങനെ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എനിക്കൊരു ഈശോ അങ്ങനെ അമ്മ കൂട്ടുകൂടുന്നു കണ്ടിട്ട് ഞാനും എൻ്റെ ഈശോയുടെ കൂട്ടുകൂടി തുടങ്ങി. മാതാപിതാക്കള് ഈശോയോട് കൂട്ടുകൂടുന്നത് കണ്ടാണ് മക്കള് ഈശോയോട് കൂട്ടുകൂടാൻ പോകുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഈശോ മിശിഹായ, വേറെ ഒന്നുമല്ലെന്ന് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പഠിച്ചു കഴിഞ്ഞു. ലോകത്തിലൊന്നും വേണ്ട, ഈശോയെ കിട്ടിയാൽ മതി, എല്ലാം തികഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ആത്മീയ ശാസ്ത്രം. ഈശോയെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നിൻ്റെ ആവേശം നമുക്ക് തോന്നില്ല, ഒന്നിനോടും പ്രത്യേകിച്ച് താല്പര്യവും തോന്നില്ല. പേരിനോടോ പെരുമയോടോ പ്രശസ്തിയോടോ ഒന്നിനോടും അങ്ങനെ പ്രത്യേക നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മളുടെ, പക്ഷെ അതൊന്നും നമുക്ക്, ഇപ്പം ഞാൻ ഈ ശുശ്രൂഷ വലിയ സന്തോഷം, പക്ഷെ എനിക്കിതിനേക്കാൾ സന്തോഷം ഇത് കഴിഞ്ഞു പോയി എൻ്റെ ഈശോയുടെ അടുത്ത് കുറേ നേരം തനിച്ചിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ മണിക്കൂറായിട്ട് ഞാൻ കാണുന്ന സംബോധന. കാരണം ആ ഒരു പ്രസൻസ് കിട്ടണം. അതാണ് നമ്മുടെ ദൈവമക്കൾക്ക് കുറഞ്ഞു പോയിരിക്കുന്നത്. തകർച്ചയുടെ പാപം ചെയ്യരുത്. കാണുന്ന അവൻ കൂട്ടുകെട്ടൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്ന എന്തിനാ? ചെറുപ്പം പോലെ കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ മാതാപിതാക്കൾ എന്നെ പഠിപ്പിക്കുമായിരുന്നു. അത് ഉപേക്ഷിക്കുന്നതിൻ്റെ കാരണം എന്താ? ഈശോയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും മോനെ, ദൈവത്തെ നഷ്ടപ്പെടും. വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിയാകുമ്പോൾ കുരിശ് വരെയുണ്ട്. ഞങ്ങൾക്ക് ജപമാല ചൊല്ലും 1 മണിക്കൂർ പ്രാർത്ഥന മുട്ടും എന്നൊന്ന് പ്രാർത്ഥിച്ചോണം. ചെറുപ്പത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കൃത്യമാണ് പ്രാർത്ഥന, അതിനകത്തൊരു വിട്ടുവീഴ്ചയൊന്നുമില്ല. അതില്ലാതെ ഭക്ഷണമൊന്നും കഴിക്കാൻ കിട്ടത്തില്ല. അത് പ്രാർത്ഥിച്ച് തീർന്നെങ്കിൽ മാത്രമേ ഭക്ഷണം തരൂ. അത് രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വയ്യെങ്കിലും ഏത് പ്രായക്കാരനായാലും ശരി ആ കുരിശ് വരെ പ്രാർത്ഥനയിൽ ശരിക്കും അത് ജപമാല ഇരുന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക.